വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് February 8 ഇന്നാണ് കേട്ടോ ഇവിടെ തായ് മലയാളി സമാജത്തിന്റെ കേരള കാർണിവൽ ഫെസ്റ്റ് ഉള്ളത്. അപ്പൊ ഉച്ചയ്ക്ക് 3 മണിയായപ്പോ സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പതേ സമയം 5 മണിയായി. ഞങ്ങളിപ്പോ പോവാട്ടോ. അപ്പൊ അവിടെ എന്തോ കുറെ കൾച്ചറൽ പെർഫോമൻസസും ഫുഡും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണിച്ചു തരാം കേട്ടോ. അബി, നമ്മൾ ഇന്ന് അവിടെ ചെന്നിട്ട് എന്തൊക്കെ കഴിക്കും? അതെന്തോ അത് പരിപ്പോട കഴിക്കണ്ടേ? അവിടെ നിന്ന് ഒരു ഫുൾ വ്യൂ കാണിക്കട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ അബിയുടെ ലുക്ക്. അപ്പോൾ ഈ ടാക്സി വന്നു. ഈ ഒരു ഇവന്റ് നടക്കുന്നത് ഹോട്ടൽ മൗണ്ടെയിൻ റിവർ സൈഡിലാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ മൗണ്ടെയിൻ റിവർ സൈഡ്. താങ്ക് യു. യൂണിവേഴ്സിറ്റി വന്ന ഇവിടെ വന്ന് ഇത് ഫസ്റ്റ് വന്നേ. കുറച്ച് ദൂരല്ലേ നിങ്ങൾ സ്റ്റേ പോവാണോ? പോവാ. അപ്പോൾ ആ കണ്ടത് നമ്മുടെ ഒരു ഫോളോവർ ആണ് കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇവിടെ തായ്ലൻഡിൽ പഠിക്കാൻ വന്ന കുട്ടികളാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഇവിടെ വെച്ച് യാദൃശ്ചികമായി കണ്ടു കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടെ ബാങ്കോക്ക് റിവർ സൈഡിലുള്ള ഹോട്ടൽ മൗണ്ടെയിൻ. അതിന്റെ ഒരു റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം വലിയ ഹോട്ടലാണ്. ഇവിടെ ലൈക്ക് ഒരു റൂമിന് പെർ ഡേ 8,000 to 10,000 ഇന്ത്യൻ റുപ്പീസ് വരെ റേറ്റ് ഉണ്ട് കേട്ടോ. സോ അത്യാവശ്യം ഒരു ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണ്. നല്ല ക്രൗഡ് ഉണ്ടല്ലോ. അധ്യാപിക സൗമ്യ അലിനെ വേദിയിലേക്ഷിക്കുന്നു. ഇവിടെ എന്തോ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. ഇനി മറ്റേ മലയാളം കോഴ്സ് ഉണ്ടല്ലായിരിക്കും അല്ലേ? വലിയൊരു അഭിമാനമാണ് നൽകുന്നത്. ഒന്നും അറിയാത്ത ക്ലാസ്സിലേക്ക് വന്ന എന്റെ കൊച്ചുമക്കൾ ഇന്ന് മനോഹരമായി സംസാരിക്കാനും വായിക്കാനും എഴുതാനും പഠിച്ചിരിക്കുന്നു എന്നതിൽ എന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഞാൻ മുന്നിലേക്ക് നടന്ന ഓരോ സ്റ്റോളിലും എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കാട്ടോ. കാരണം ഓരോ സ്റ്റോളിലും പലരും തീർന്നു തുടങ്ങിയെന്നാണ് കേട്ടത്. കാരണം എല്ലാവരും ഇങ്ങനെ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ പരിപ്പോടെ ഇരിക്കുന്നുണ്ടോ, അതേപോലെ പൊറോട്ട കണ്ടോ. ഒരു പാക്കറ്റിന് 20 തായ് ബാട്ടേ ഉള്ളൂ കേട്ടോ. പൊറോട്ട, പരിപ്പുവട, ചിക്കൻ കറി, പിന്നെ ചിക്കൻ പിക്കിൾ, അതിന് 120 തായ് ബാട്ടാണ്. പിന്നെ ബീഫ് പിക്കിൾ, ചിക്കൻ ബിരിയാണി, ചിക്കൻ കട്ട്ലറ്റ് ഒക്കെ ഇരിക്കുന്നു. ഇതൊന്ന് കഴിക്കാട്ടോ. പിന്നെന്താ ഇതേണ്ട നെയ്പത്തിലും കറിയൊക്കെ ഇരിക്കുന്നു. പിന്നെന്തൊക്കെയോ സ്നാക്സ് ഇരിക്കുന്നു. പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ റെഡി ടു ഈറ്റ് അല്ലാതെ ഇങ്ങനെ പുട്ടുപൊടി, അരി, ഗരം മസാല പൗഡേഴ്സ് ഒക്കെ വാങ്ങാൻ. അടുത്ത ഈ സൈഡിൽ കാണുന്ന ഇവിടെ ബാങ്കോക്കിലുള്ള കുറെ കേരള റെസ്റ്റോറൻറ്റ്സിന്റെ സ്റ്റാൾസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഇവിടുത്തെ ക്യൂയിൻസ് കിച്ചൺ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കേരള റെസ്റ്റോറന്റ് ആണ്. അതിന്റെ ആ ഒരു സ്റ്റോളിന്റെ ഫ്രണ്ടിലത്തെ ക്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്. അതെ, എനിക്കൊന്ന് ഈ ഒരു ഏരിയയിൽ ഏറ്റവും ക്യൂ ഉള്ളത് ഈ ഒരു സ്റ്റോളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. പിന്നെ അതിന്റെ അപ്പുറത്ത് ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ പറയുന്ന ദക്ഷിൺ എന്ന് പറയുന്ന കേരള റെസ്റ്റോറൻറ്റിന്റെ സ്റ്റോളുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇന്നൊന്നും വാങ്ങുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ യൂഷ്വലി അവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. സോ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ക്വീൻസിന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇപ്പൊ തിരക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ അടുത്ത സ്റ്റോളിൽ കുറെ സ്നാക്സ് ആണ്. വട, സമൂസ, പക്കാവടയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് ചിക്കൻ കറി, വെജ് കുറുമ, മട്ടൻ കറി, പൊറോട്ട, ബീഫ് കറി, അതേണ്ട ഇടിയപ്പം, അങ്ങനെ തുടങ്ങിയ എല്ലാം ഉണ്ട് കേട്ടോ. സിനിമാറ്റിക് മാജിക് ആവശ്യം ഒട്ടും കുറയണ്ട. ലെറ്റ്സ് വെൽക്കം ദി ലേഡീസ് ഓഫ് ടീം. പിന്നെ പക്കോട ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നു. ചെറിയ ചെറിയ പരിപ്പോട ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഗോൾഡൻ അവർ ടൈം ആയതുകൊണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആണ്. പിന്നെ ഇവിടെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഫുൾ കട്ട് ചെയ്തേക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റോളിലേക്ക് പോകാം. ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ബിഹാൻസ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോളാണ്. അവിടെ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട്. അത് അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാമ്പിൾ ഒക്കെ തന്നു കേട്ടോ. അപ്പൊ അബി ഇങ്ങനെ ടേസ്റ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഈ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബീഫ് ഫ്രൈ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു ചട്ടി പോലൊരു സംഭവം, അതിനെന്താ പറയുന്ന അറിയത്തില്ല, ഒരു സംഭവം വാങ്ങിച്ചായിരുന്നു. ഞാൻ കാണിക്കാം.
അത് അടിപൊളിയായിരുന്നു, അത് എപ്പിക് ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളൊരു ഇടിയിറച്ചി വാങ്ങി, ബീഫ് ഫ്രൈ വാങ്ങി. ഇത് എനിക്ക് ഇഷ്ടമാണോ? ആ അപ്പൊ ഈ സംഭവമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു അടിപൊളി ഐറ്റം ആയിരുന്നു. ഇതിന്റെ കറക്റ്റ് പേരെന്തോ എനിക്ക് അറിയത്തില്ല. ഇത് അച്ചാറല്ല, പിക്കിൾ അല്ലെന്നാണ് പറഞ്ഞത്. ചട്നി പോലെ എന്തോ ഒരു സംഭവമാണ്. അതായത് പുളിയും പിന്നെ മറ്റേ ഉപ്പുമുളകില്ലേ നമുക്ക് സദ്യയുടെ കൂടെ കിട്ടുന്ന, അതും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര വികാരമാണ് അത് കഴിക്കുമ്പോൾ. അപ്പൊ ഈ ചേട്ടൻ പറയായിരുന്നു അത് കഞ്ഞിയുടെ കൂടെയും അല്ലെങ്കിൽ ടച്ചിങ് സെറ്റ് ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഞങ്ങള് പക്ഷെ ചോറിന്റെ കൂടെയാണ് കേട്ടോ നോർമലി കഴിക്കുവാണ്. പക്ഷെ അടിപൊളിയാട്ടോ, ശരിക്കും സൂപ്പർ ആയിരുന്നു. ഇത് 150 ഞങ്ങളുടെ ഇഷ്ടമുണ്ട്. നല്ല എനിക്കിഷ്ടമാണ്. ഒരു ഉണ്ണിയപ്പം മേടിക്കാം. കട്ട്ലറ്റ് അടിക്കാം. ബിലേറ്റഡ് ബർത്ത്ഡേ, ഇന്നലെ ബർത്ത്ഡേ അല്ല. കഴിച്ചിട്ട് റിവ്യൂ പറയാം. ഇങ്ങോട്ട് മാറി നിന്ന്. അപ്പൊ ബീഫ് ഫ്രൈ ഇടിയിറച്ചിക്കൊക്കെ ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ വേണ്ട വെട്ട് കേക്ക് വാങ്ങിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിച്ചായിരുന്നു അബിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ കട്ട്ലറ്റ് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ കട്ട്ലറ്റും കൊള്ളായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ചിക്കൻ കട്ട്ലറ്റ് ആണ്. പിന്നെ അടുത്തത് ഈ കാണുന്ന ഈ ഒരു ചേട്ടനെ പരിചയം. ഈ ചേട്ടനാണെങ്കിൽ മലയാളത്തിലൊരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ യൂട്യൂബ് സ്റ്റുഡിയോ മാനേജർ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. പേര് തൽക്കാലം മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ എങ്കിലും അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അടുത്തത് നമ്മൾ ക്വീൻസ് കിച്ചണിൽ വന്നേക്കുവാണ് പാഴ്സൽ വാങ്ങാനായിട്ട്. ഡിന്നർ ഇവിടുന്ന് കഴിക്കുമല്ല, ഞങ്ങൾ പാഴ്സൽ എടുത്തിട്ട് പോവായിരുന്നു. അപ്പോൾ ഈ ക്വീൻസ് കിച്ചണിൽ വന്നിട്ട് നമ്മൾ പൊറോട്ട, പിന്നെ മലബാർ ചിക്കൻ കറി, പിന്നെന്താ ഇത് രണ്ടും കേട്ടോ ഇവിടെ ക്വീൻസ് എന്ന് പറഞ്ഞത്. കാരണം ബീഫ് ഫ്രൈ നമ്മൾ ഓൾറെഡി അപ്പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നല്ലോ. പൊറോട്ടയൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്തു. ഈ ചേട്ടനാണോ ക്വീൻസിന്റെ ഓണർ എന്നുള്ള എനിക്ക് അറിയത്തില്ല കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇതുവരെ ക്വീൻസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിന് ക്വീൻസ് നിന്ന് നസ്രാനി സദ്യ ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും പോകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇന്ന് ഇവിടുത്തെ ഈ തായ് മലയാളി സമാജത്തിന്റെ കറന്റ് പ്രസിഡന്റ് ജിജോ ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ ഒരു ഇവന്റിന്റെ തലേ ദിവസം. അപ്പോൾ പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ സെലിബ്രേഷൻ ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കേക്ക് കട്ടിംഗ് ആണ് കേട്ടോ നടക്കുന്നത്. അടുത്ത വർഷത്തെ കമ്മിറ്റി മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുക കേട്ടോ. പ്രശാന്ത് എസ്.പി, ബിജോയ്, അജിത് മേനോൻ, ജയകൃഷ്ണൻ, നിതിൻ. ഈ പേര് വിളിച്ച എല്ലാവരും സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരണം. ആരെങ്കിലും വരാനുണ്ടോ ഇനിയും? നമുക്ക് വലിയൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്, വലിയൊരു ടീം. അടുത്ത ഒരു വർഷം ഇവരായിരിക്കും നമ്മൾ നയിക്കുന്നത്. ഇനിയും നമുക്കറിയാം, ആർക്കെങ്കിലും വോളണ്ടിയറായിട്ട് നമുക്ക് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ
തോന്നുന്നു ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക കുറച്ച് സമയം. പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരായിട്ടും സംസാരിച്ചൊക്കെ കുറേ സമയം അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 9 മണി 9:30 ആ ടൈം ആയിരുന്നു. കറക്റ്റ്